So today we are going to discuss about the topic drug absorption from the gastrointestinal tract. നമ്മുടെ gastrointestinal tract ൽ നിന്ന് ഡ്രഗ് എങ്ങനെയാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. So first നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് biopharmaceutics. So biopharmaceutics is defined as the study of factors influencing the rate and amount of drug that reaches the systemic circulation and the use of this information to optimize the therapeutic efficacy of the drug products. നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന ഡ്രഗിന്റെ റേറ്റും അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഡ്രഗിനെയും അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സിന്റെ സ്റ്റഡിനെയാണ് നമ്മൾ ബയോഫാർമസ്യൂട്ടിക്സ് എന്ന് പറയുന്നത്. ഈ ഫാക്ടേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ ഫാക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഒപ്റ്റിമൈസ് ദി തെറാപ്യൂട്ടിക് എഫിക്കസി ഓഫ് ദി ഡ്രഗ് പ്രൊഡക്ട്സ്. ഒരു ഡ്രഗിന്റെ തെറാപ്യൂട്ടിക് എഫിക്കസിനെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും ഈ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട്. സോ നെക്സ്റ്റ് ഈസ് ബയോഅവൈലബിലിറ്റി. സോ ബയോഅവൈലബിലിറ്റി ഈസ് നത്തിങ് ബട്ട് ദി എമൗണ്ട് ഓഫ് ഡ്രഗ് ദാറ്റ് റീച്ചസ് ദി സിസ്റ്റമിക് സർക്കുലേഷൻ. സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്രത്തോളം ഡ്രഗ് അൺചേഞ്ച്ഡ് ആയിട്ട് എത്തുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു ടേം ആണ് ബയോ അവൈലബിലിറ്റി ഓഫ് എ ഡ്രഗ് എന്ന് പറയുന്നത്. സോ ബയോ അവൈലബിലിറ്റി ഓഫ് എ ഡ്രഗ് ഈസ് 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് നമ്മൾ കൊടുത്ത ഡ്രഗ് പൂർണ്ണമായിട്ടും 100% അൺചേഞ്ച്ഡ് ആയിട്ട് എത്തുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. സോ അത് സംഭവിക്കുന്ന എപ്പോഴാണ്? ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻട്രവേനിയസ്ലി നമ്മൾ ഒരു ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് അൺചേഞ്ച്ഡ് ആയിട്ട് 100% എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തുന്നു. സോ സച്ച് ടൈപ്പ് ഓഫ് ഡ്രഗിന് 100% ബയോഅവൈലബിലിറ്റി എന്ന് പറയാം. നേരെ മറിച്ച് ദ ഡ്രഗ് വിച്ച് ആർ അഡ്മിനിസ്ട്രേറ്റ് ഓറലി നമ്മൾ ഒരു ഡ്രഗ് കൊടുക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഡ്രഗ് ഹാവ് ടു അണ്ടർഗോ ലോട്ട് ഓഫ് ബാരിയേഴ്സ് ബിഫോർ റീച്ചിങ് ദി സിസ്റ്റമിക് സർക്കുലേഷൻ. നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് പ്ലാസ്മയിലേക്ക് എത്തുന്നതിന് മുന്നേ ഒരുപാട് ബാരിയേഴ്സ് കടന്നു വേണം എത്താൻ. അപ്പോ ആ ബാരിയേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓറലി അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഡ്രഗ് ആസ് സച്ച് ബ്ലഡ് അല്ലെങ്കിൽ സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് എത്തില്ല. അപ്പോൾ അവിടെ 100% ബയോഅവൈലബിലിറ്റി ഉണ്ടാവത്തില്ല, അവിടെ അതിനെക്കാട്ടിലും കുറവായിരിക്കും. സോ അതിന് നമുക്ക് ബയോഅവൈലബിലിറ്റി കുറവെന്ന് പറയാം സിസ്റ്റമിക് അതായത് ഓറലി കൊടുക്കുന്ന ഡ്രഗുകൾക്ക്. സോ എനി ആൾട്ടറേഷൻ ഇൻ ദ ഡ്രഗ്സ് ബയോഅവൈലബിലിറ്റി ഈസ് റിഫ്ലക്റ്റഡ് ഇൻ ഇറ്റ്സ് ഫാർമക്കോളജിക്കൽ. നമ്മളെപ്പോഴും ഡ്രഗ് നമ്മൾ കൊടുക്കുന്നത് ഒരു ഫാർമക്കോളജിക്കൽ അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് എഫിക്കസി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഡ്രഗിന്റെ ബയോഅവൈലബിലിറ്റി എപ്പോഴും അതിന്റെ ഫാർമക്കോളജിക്കൽ എഫക്റ്റിനെ റിഫ്ലക്ട് ചെയ്യും അല്ലെങ്കിൽ അഫക്ട് ചെയ്യും. സോ നെക്സ്റ്റ് ഈസ് ദി അബ്സോർപ്ഷൻ. സോ ദ പ്രോസസ് ഓഫ് മൂവ്മെന്റ് ഓഫ് ഡ്രഗ് ഫ്രം ഇറ്റ്സ് സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ടു ദ സിസ്റ്റമിക് സർക്കുലേഷൻ ഈസ് കാൾഡ് അബ്സോർപ്ഷൻ. നമ്മളൊരു ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് ഡ്രഗ് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് എത്തുന്ന പ്രോസസ് ഓഫ് മൂവ്മെന്റിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡ്രഗ് ഓറലി ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡ്രഗ് നമ്മുടെ സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനിൽ നിന്ന് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് എത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ. ദ മൂവ്മെന്റ് ഓഫ് ഡ്രഗ് ബിറ്റ്വീൻ വൺ കമ്പാർട്ട്മെന്റ് ആൻഡ് ദി അതർ ഈസ് റെഫേർഡ് ടു ആസ് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് നമ്മൾ ഒരു ഡ്രഗ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഒരു കമ്പാർട്ട്മെന്റിൽ നിന്ന് ബാക്കി കമ്പാർട്ട്മെന്റ്, അതായത് ബാക്കിയുള്ള ടിഷ്യൂസിലേക്കും ഓർഗൻസിലേക്കും ബാക്കി ബോഡി ഫ്ലൂയിഡ്സിലേക്കും എത്തുന്ന ആ ഒരു മൂവ്മെന്റിനെയാണ് അല്ലെങ്കിൽ ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ ടോപ്പിക് എന്നതിന് ഡ്രഗ് അബ്സോർപ്ഷൻ ഫ്രം ദി ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ട്രാക്ട്. അപ്പൊ നമ്മൾ എന്താണ് ഡ്രഗ് അബ്സോർപ്ഷൻ എന്ന് പഠിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രഗ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ദ പ്രോസസ് ഓഫ് മൂവ്മെന്റ് ഓഫ് അൺചേഞ്ച്ഡ് ഡ്രഗ് ഫ്രം ദ സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ടു സിസ്റ്റമിക് സർക്കുലേഷൻ. നമ്മുടെ ഡ്രഗ് അൺചേഞ്ച്ഡ് ആയിട്ട് നമ്മുടെ സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ നിന്ന് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് പോകുന്ന ഒരു പ്രോസസ് ഓഫ് മൂവ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡ്രഗ് അബ്സോർപ്ഷൻ എന്ന് പറയും. അപ്പൊ ഡ്രഗ് അബ്സോർപ്ഷൻ നമ്മൾ ഫ്രീക്വന്റ്ലി ആയിട്ട് നമ്മൾ 2 പാരാമീറ്റർ വെച്ചാണ് പറയുന്നത്. ഡ്രഗ് അബ്സോർപ്ഷൻ അത് 2 പാരാമീറ്റേഴ്സ് നമ്മളെപ്പോഴും എന്താണ്, ഫസ്റ്റ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രഗ് ദാറ്റ് റീച്ചസ് ദി സിസ്റ്റമിക് സർക്കുലേഷൻ ആൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദി ഡ്രഗ് ഈസ് അബ്സോർബ്ഡ്. അതായത് എത്ര മാഗ്നിറ്റ്യൂഡിലാണെങ്കിൽ എത്രത്തോളം ഡ്രഗ് ആണ് നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തുന്നത് അത് നമ്മൾ പറയും. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ എത്ര റേറ്റിലാണ്, എത്ര വെലോസിറ്റിയിലാണ് നമ്മുടെ ഡ്രഗ് അബ്സോർബ് ചെയ്യപ്പെടുന്നത് നമ്മൾ പറയും. സോ ഹിയർ ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ ടൈമാണ്. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളൊരു ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് അല്ലെങ്കിൽ പ്ലാസ്മയിലേക്ക് ഡ്രഗ് എത്തും. അപ്പൊ പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ ടൈം അനുസരിച്ച് എങ്ങനെയാണ് നമ്മുടെ ബ്ലഡ് പ്ലാസ്മയിൽ ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ അക്യൂമുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഗ്രാഫ് പറയുന്നത്. അതായത് നമ്മുടെ ഡ്രഗ് ഓറലി അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഫസ്റ്റ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി ബ്ലഡ് സർക്കുലേഷനിലേക്ക് എത്താം. ബ്ലഡ് സർക്കുലേഷനിലേക്ക് എത്തി അവിടെ നിന്ന് ഡ്രഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഡിഫറെന്റ് ടിഷ്യൂസിലേക്ക്. പിന്നെ അത് അവിടെ നിന്ന് എലിമിനേറ്റ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ടൈം കഴിയും തോറും എന്ത് ചെയ്യും, ഡ്രഗ് പ്ലാസ്മ കോൺസെൻട്രേഷൻ ഫസ്റ്റ് എന്ത് ചെയ്യും,
എക്സ്പോണൻഷ്യലി കൂടിയിട്ട് പിന്നെ അത് കുറയുകയാണ് ചെയ്യുന്നത്. ഹിയർ ഒരു ടേം ഉണ്ട്, ദാറ്റ് ഈസ് മിനിമം എഫക്റ്റീവ് കോൺസെൻട്രേഷൻ. മിനിമം എഫക്റ്റീവ് കോൺസെൻട്രേഷൻ ഈസ് ബേസിക്കലി നത്തിങ് ബട്ട് എന്താണ്, നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ബ്ലഡ് പ്ലാസ്മയിൽ ഒരു മിനിമം എഫക്ട് ലെവൽ ഓഫ് ഡ്രഗ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ആ ഡ്രഗിന്റെ പൊട്ടൻസി അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് എഫിക്കസി കാണിക്കത്തുള്ളൂ. അതിനെയാണ് നമ്മൾ മിനിമം എഫക്റ്റീവ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. സോ ആ മിനിമം എഫക്റ്റീവ് കോൺസെൻട്രേഷൻ ഡ്രഗിന് അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഡോസിന് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന തെറാപ്യൂട്ടിക് എഫിക്കസി എന്ത് ചെയ്യത്തില്ല, ആ ഡ്രഗ് കാണിക്കത്തില്ല. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു പാരസെറ്റമോൾ നമ്മൾ പനിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചു. അങ്ങനെയാണെങ്കിൽ ആ ഡ്രഗ് നമ്മൾ കൊടുത്ത ഡോസ് മിനിമം എഫക്റ്റീവ് കോൺസെൻട്രേഷൻ അറ്റൈൻ ചെയ്തില്ല എങ്കിൽ എന്താണ്, നമുക്ക് അതുകൊണ്ടുള്ള എഫക്റ്റ് ഉണ്ടാകത്തില്ല. സോ നമ്മൾ ഫസ്റ്റ് കർവ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when a drug is administered എന്ത് ചെയ്യും, ഫസ്റ്റ് അത് പ്ലാസ്മയിലുള്ള ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ കൂടി ഇറ്റ് ക്രോസസ് ദ മിനിമം എഫക്റ്റീവ് കോൺസെൻട്രേഷൻ കാട്ടിലും കൂടി വരും. എന്നിട്ട് എന്ത് ചെയ്യും, അത് ഗ്രാജുവലി എലിമിനേറ്റ് ചെയ്ത് ടൈം ബൈ ടൈം എന്ത് ചെയ്യും, കുറഞ്ഞു. സോ ഹിയർ എന്താണ്, ഇവിടെ മിനിമം എഫക്റ്റീവ് കോൺസെൻട്രേഷനെ കാട്ടിലും കൂടുതൽ പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ കാട്ടിയത് കൊണ്ട് തന്നെ അവിടെ തെറാപ്യൂട്ടിക് സക്സസ് ഉണ്ടായിരിക്കും. അതായത് നമുക്ക് തെറാപ്യൂട്ടിക് എഫിക്കസി ഉണ്ടായി, നമ്മളെ ഉദ്ദേശിച്ച തെറാപ്യൂട്ടിക് എഫക്റ്റ് അവിടെ ഉണ്ടായി. പക്ഷേ താഴത്തെ രണ്ടാമത്തെ ഗ്രാഫ് കാണിക്കുന്നതെന്ന് പറയുന്നത് ഇവിടെ നമ്മളെ പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് മിനിമം എഫക്റ്റീവ് കോൺസെൻട്രേഷനും കാട്ടി താഴെയാണ് നിൽക്കുന്നത്. Therefore അവിടെ നമുക്ക് ഉദ്ദേശിച്ച എഫിക്കസി അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് എഫക്റ്റ് ഉണ്ടായില്ല. സോ ദാറ്റ് ഈസ് സബ് തെറാപ്യൂട്ടിക് ലെവൽ, ഓർ ഹിയർ വാട്ട് ഹാപ്പൻഡ് ഈസ് തെറാപ്യൂട്ടിക് ഫെയിലിയർ ഓഫ് എ സ്ലോലി അബ്സോർബ് ഡ്രഗ്. ഇത് നമ്മൾ എന്ത് ചെയ്യും, അബ്സോർപ്ഷൻ ഓഫ് ഡ്രഗ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് കേസിൽ ഡ്രഗ് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്തത് കൊണ്ടാണ് അവിടെ മിനിമം എഫക്റ്റീവ് കോൺസെൻട്രേഷനെ കാട്ടിലും എന്ത് കിട്ടിയത്, നമുക്ക് ഡ്രഗ് പ്ലാസ്മ കോൺസെൻട്രേഷൻ കിട്ടിയത്. പക്ഷെ ഇവിടെ കംപ്ലീറ്റ്ലി ഡ്രഗ് അല്ലെങ്കിൽ സ്ലോലി ഡ്രഗ് അബ്സോർബ് ചെയ്തത് കൊണ്ട് എന്ത് സംഭവിച്ചു, നമ്മുടെ പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ മിനിമം എഫക്റ്റീവ് കോൺസെൻട്രേഷനെ കാട്ടിലും താഴെ നിന്നു. അതാണ് ഈ ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് മെക്കാനിസം ഓഫ് ഡ്രഗ് അബ്സോർപ്ഷൻ. നമ്മൾ പഠിച്ചു, ഡ്രഗ് നമ്മൾ ഓറലി നമ്മൾ ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രഗ് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഹാവ് ടു അണ്ടർഗോ അബ്സോർപ്ഷൻ. നമ്മുടെ ഇൻറ്റെസ്റ്റൈനൽ ലൂമനിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് ബ്ലഡ് സ്ട്രീമിലേക്ക് അല്ലെങ്കിൽ സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് എത്തണമെങ്കിൽ ഡ്രഗ് ആ ബാരിയേഴ്സ് അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ക്രോസ് ചെയ്ത് നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിൽ എത്തണം. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡ്രഗ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ആ ഡ്രഗ് അബ്സോർപ്ഷൻ ഹാസ് ഡിഫറെന്റ് മെക്കാനിസം. ഡിഫറെന്റ് ഡ്രഗ്സ് ഡിഫറെന്റ് മെക്കാനിസം വഴിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ക്രോസ് ചെയ്ത് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് മെക്കാനിസം ഓഫ് ഫോർ ദ ട്രാൻസ്പോർട്ട് ഓഫ് ഡ്രഗ് മോളിക്യൂൾസ് അക്രോസ് ദി സെൽ മെംബ്രെയിൻ. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് പാസീവ് ഡിഫ്യൂഷൻ, പോർ ട്രാൻസ്പോർട്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, അയണിക് ഓർ ഇലക്ട്രോകെമിക്കൽ ഡിഫ്യൂഷൻ, അയൺ പെയർ ട്രാൻസ്പോർട്ട് ആൻഡ് എൻഡോസൈറ്റോസിസ്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് പാസീവ് ഡിഫ്യൂഷൻ. എന്താണ് പാസീവ് ഡിഫ്യൂഷൻ? ഈസ് ആൾസോ കോൾഡ് നോൺ അയണിക് ഡിഫ്യൂഷൻ. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും അധികമായിട്ട് നടക്കുന്ന അബ്സോർപ്ഷൻ മെക്കാനിസം ആണ് പാസീവ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. പാസീവ് ഡിഫ്യൂഷൻ ഈസ് സിംപ്ലി എന്ന് പറയുന്നത് ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഡിഫ്യൂഷൻ ആണ്. അതായത് കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്തേക്ക് ഒരു മോളിക്യൂൾ പോകുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പാസീവ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു റൂമിന്റെ ഏതെങ്കിലും കോർണറിൽ നമ്മളൊരു പെർഫ്യൂമോ സ്പ്രേയോ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് അതിൽ ആ പെർഫ്യൂം എന്ത് ചെയ്യും, കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലത്തേക്ക് മൂവ് ചെയ്യും. ഇതാണ് ബേസിക്കലി പാസീവ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് അപ്പോൾ അതിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒന്നിൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോകെമിക്കൽ ഗ്രേഡിയന്റ് ആയിരിക്കും. സോ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡിഫറൻസ് ഇൻ ഡ്രഗ് കോൺസെൻട്രേഷൻ ഓൺ either സൈഡ് ഓഫ് ദ മെംബ്രെയിൻ. ഇപ്പൊ നമ്മളിവിടെ ഡ്രഗ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് രണ്ട് മെംബ്രെയിൻ അക്രോസ് ആയിട്ടാണ് ഡ്രഗ് അബ്സോർപ്ഷൻ നടക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മൾ ഓറലി ഒരു ഡ്രഗ് കഴിക്കുമ്പോഴത്തേക്ക് ഇൻറ്റെസ്റ്റൈനൽ ലൂമിൽ നിന്ന് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് എത്തും. അപ്പോൾ ഇൻറ്റെസ്റ്റൈനൽ മെംബ്രെയിൻ ഉണ്ട് നമ്മുടെ പ്ലാസ്മ. അപ്പം ആ പ്ലാസ്മ മെംബ്രെയിൻ അക്രോസ് ആയിട്ടുള്ള രണ്ട് സൈഡുമുള്ള ഡ്രഗിന്റെ കോൺസെൻട്രേഷന്റെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഓറലി ഒരു ഡ്രഗ് ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്താണ്, ഏറ്റവും കൂടുതൽ ഡ്രഗിന്റെ കോൺസെൻട്രേഷൻ കാണപ്പെടുന്നത് ഇൻറ്റെസ്റ്റൈനൽ ലൂമിലായിരിക്കും. സോ ഇറ്റ് ഈസ് വേർ ദി മോർ എമൗണ്ട് ഓഫ് ഡ്രഗ് ഈസ് പ്രസന്റ്. അപ്പം ഹയർ കോൺസെൻട്രേഷൻ ഇൻറ്റെസ്റ്റൈനൽ ലൂമിലാണ്. അവിടെ നിന്ന് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് എന്ത് ചെയ്യും, ഇത് പാസീവ്ലി വിത്തൗട്ട് സ്പെൻഡിങ് എൻ എനർജി എന്ത് ചെയ്യും, ഇത് പാസീവ്. ഇറ്റ് ഈസ് കോൾഡ് passive diffusion. So drug movement is as a result of kinetic energy of molecules since no energy source is required and the process is called passive diffusion. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഡ്രഗിന്റെ മൂവ്മെന്റ് നടക്കുന്നത് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ബേസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. ഹിയർ നോ എനർജി സോഴ്സ് ഈസ് റിക്വയർഡ്. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് വേറെ ഒരു എനർജിയും കൊടുക്കാതെയാണ് ഡ്രഗ് പ്ലാസ്മ മെംബ്രെയിൻ അക്രോസ് ആയിട്ട് മൂവ് ചെയ്യുന്നത്. Therefore it is called passive diffusion.